ഹലോ ഗൈസ്, നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, അതായത് നമ്മുടെ CHSL എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് ഈ എക്സാമിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതായത് ഏതൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഏതൊക്കെ പ്രായപരിധിയിൽ പെട്ടവർക്കുമാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രധാനമായിട്ടും CHSL എക്സാമിലൂടെ വിളിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 3 പോസ്റ്റുകളാണ് സാധാരണ CHSL എക്സാമിലൂടെ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഒന്ന് നമ്മുടെ LDC അല്ലെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന പോസ്റ്റും, അടുത്തത് DEO ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റും, അടുത്തത് JSA ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റുമാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 3 പോസ്റ്റുകളുടെയും പ്രത്യേകത ഇത് 3ഉം ക്ലറിക്കൽ പോസ്റ്റുകളാണ് എന്നുള്ളത് തന്നെയാണ്. ഓഫീസിലിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള പറ്റിയ ഒരു നല്ല ജോലിയാണ് ഈ CHSLലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് DEOയുടെ തന്നെ ഗ്രേഡ് A എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പോസ്റ്റും ഇതിൽ വിളിക്കാറുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷനിൽ സാധാരണ വരാറുള്ളത്. അപ്പോൾ ഏകദേശം 30,000-ന് മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന ജോലികളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത്രയുമൊക്കെ സാലറി വരുന്ന ഈ ജോലിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കും? ജസ്റ്റ് +2 പാസ്സായ ഏതൊരാൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ +2 ജസ്റ്റ് പാസ്സായാൽ മതി. അതിൽ ഇത്ര ശതമാനം മുതൽ ഇത്ര ശതമാനം വരെ മാർക്സ് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന DEOയുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ ഗ്രേഡ് Aയുടെ പോസ്റ്റിലേക്ക് മാത്രം ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. +2 നിങ്ങൾ സയൻസ് സ്ട്രീമിൽ, അതായത് മാത്സും സയൻസും പഠിച്ച കുട്ടികൾക്കാണ് ഇവിടെ ഈ ഒരു സ്പെഷ്യൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അവിടെയും മിനിമം റിക്വയർമെന്റ് ഓഫ് മാർക്ക് എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് +2വിന്റെ സയൻസ് സ്ട്രീം പഠിച്ചിട്ടുണ്ടാവണം എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എടുത്തു പറയേണ്ട നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി വിദ്യാഭ്യാസ യോഗ്യത പോലെ തന്നെ പ്രധാനമാണ് പ്രായപരിധി എത്രയാണ് എന്നുള്ളത്, അല്ലേ? സോ ഇവിടെ 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യത ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഇത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഏജ് ലിമിറ്റ് ആണ് കേട്ടോ. സോ 18 to 27 എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്ന ഒരാളുടെ ഏജ് ലിമിറ്റ് ആണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ SC/STയിൽ പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, ഷെഡ്യൂൾ കാസ്റ്റിൽ ഷെഡ്യൂൾ ട്രൈബിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 വർഷത്തെ റിലാക്സേഷൻ ലഭിക്കും. എന്ന് വെച്ചാൽ 27 വയസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ OBCയിലും പെടുന്ന ഒരാളാണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ അവിടെ നിങ്ങൾക്ക് കിട്ടും. വീണ്ടും 27 വയസ്സ് എന്നുള്ളത് 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇത് കൂടുതലും ക്ലറിക്കൽ ജോലി ആയതുകൊണ്ട് തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈസിലി ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ഏതൊക്കെ ഫംഗ്ഷനാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെയുള്ളവർക്ക് ഇവിടെ 10 വർഷത്തെ റിലാക്സേഷൻ ആണ് വരുന്നത്. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ തന്നെ OBCയിലാണെങ്കിൽ ഈ 10ഉം OBCയുടെ 3ഉം കൂടെ ചേർത്ത് 13 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. ഇനി SC/STയിലുള്ള ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ 10 വർഷവും SC/STയുടെ 5 ഇയേഴ്സും കൂടെ ചേർത്ത് 15 വർഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി എക്സ് സർവീസ് മെൻ ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ. ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇത്രയും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ജോലിയുടെ ഏജ് റിക്വയർമെന്റ് എന്ന് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ജനറൽ കാറ്റഗറിക്കാണ് 18 മുതൽ 27 വയസ്സ് വരെ. ബാക്കിയുള്ള എല്ലാ റിസർവ്ഡ് കാറ്റഗറീസിനും ഈസിലി നിങ്ങൾക്ക് ഇവിടെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വരുന്ന എക്സാമിലേക്കാണ്, അല്ലേ? സോ നോട്ടിഫിക്കേഷൻ എന്തായാലും റിലീസാകും. SSCയുടെ 1-2 എക്സാംസിൽ ഒരു ചെറിയ ഡിലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി എക്സാം കണ്ടക്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. എന്തായാലും എക്സാം 2025 ഉണ്ടാകും. അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പം തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ഒരു ഡിലേയും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ ഓൾറെഡി എൻട്രിയിൽ ചെയ്ത് കഴിഞ്ഞു. സോ CHSL എക്സാമിനേഷന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ഓറിയന്റഡ് സ്റ്റഡി പ്ലാനും നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ ബാച്ചും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്, അല്ലേ? അൺലിമിറ്റഡ് ആക്സസ് ടു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അതുകൂടാതെ തന്നെ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നമ്മുടെ സ്പെഷ്യൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് നമ്മൾ കണക്ട് ചെയ്താൽ മതി. സോ +2 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും +2കാർക്ക് മാത്രമല്ല കേട്ടോ, ഡിഗ്രി കഴിഞ്ഞവർക്കും അത് കഴിഞ്ഞവർക്കും +2 എന്ന് പറയുന്നത് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയാണ്. സോ അതിന് മുകളിലേക്കുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി വീണ്ടും പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ബാച്ച് കംപ്ലീറ്റ്ലി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. സോ നമ്മുടെ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹയർ ആയിട്ടുള്ള ഒരു വിജയം കൈവരിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ടീച്ചേഴ്സ് ക്ലാസ്സസ് എടുക്കുന്ന എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ AI അസിസ്റ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മുടെ ആപ്പിൽ ഇപ്പം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആരും ദയവ് ചെയ്ത് മിസ് ചെയ്ത് കളയരുത്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് അത്ര ശരിയായിട്ടില്ല, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ യാതൊരു ഭയവും നിങ്ങൾക്ക് വേണ്ട. നമ്മളിവിടെ പുതിയൊരു ഫീച്ചർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇൻ കേസ് നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ റിന്യൂ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഒരു 85% നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ അറ്റൻഡൻസും നമ്മുടെ മെൻറ്റേഴ്സും നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയൽസിൻ്റെ വർക്കൗട്ടും 80% എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ ഉറപ്പായിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് ഈ വർഷം ക്ലിയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പൈസ എങ്ങും പോവില്ല. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മളിത് റിന്യൂ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റിയിട്ടുള്ള എന്ത് സംശയങ്ങൾ അറിയാനും വീണ്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഹോട്ട് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.